പ്രിയപ്പെട്ട ഷാലോം പ്രേക്ഷകരെ, നിത്യജീവൻ്റെ പാതയിലേക്ക് സ്വാഗതം. നിത്യജീവന്റെ പാത. ഈ ആഴ്ചയിൽ നിത്യജീവൻ്റെ പാതയിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് ചില വ്യക്തികളുടെ ജീവിതത്തിൽ വളരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന പുരോഗതിയുടെ ഇടയിൽ ചില ഡീവിയേഷൻസ്, പെട്ടെന്നുണ്ടാകുന്ന ചില തകർച്ചകൾ അവരുടെ ജീവിതത്തിൻ്റെ ഗതി മാറ്റുകയും മറ്റു ചില കാര്യങ്ങളിലേക്ക് അവർ തിരിയാറുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തി ഒരു കോൺട്രാക്ടറായി ആരംഭിച്ചു. എന്നാൽ പെട്ടെന്നുണ്ടായ ചില തകർച്ചകൾ അദ്ദേഹത്തെ ഒരു കാരുണ്യ പ്രവർത്തകനാക്കി മാറ്റി. എപ്രകാരം ഒന്ന് കാണുവാൻ സജിയുടെ പക്കലേക്ക് നമുക്ക് പോകാം. ഇത് സജിയുടെയും ഹരിയുടെയും ഭവനം. ജീവിത ദുഃഖങ്ങളിൽ തനിച്ചാകുന്ന ജീവിതങ്ങൾക്ക് തുണയും സങ്കേതവുമായി തീരുന്നവർ. തങ്ങളുടെ യുവത്വം കർത്താവിനു വേണ്ടിയുള്ളതാണെന്ന തിരിച്ചറിവ് ശുശ്രൂഷ ചെയ്യുവാൻ അവരെ പ്രാപ്തരാക്കുന്നു. ആരും ആശ്രയമില്ലാതെ കഴിയുന്ന ജീവിതങ്ങൾക്ക് അത്താണിയായി തീരുന്ന ഇവർ സുഖലോലുപതയിൽ കഴിയുന്ന മനുഷ്യർക്ക് ഒരു ചോദ്യചിഹ്നമാണ്. ദൈവോന്മുഖരായി ജീവിക്കുവാൻ പ്രാപ്തരാക്കുന്ന ഇവരുടെ ജീവിതങ്ങൾക്കൊപ്പം നമുക്കും സഞ്ചരിക്കാം. സജി, ഈ ശുശ്രൂഷകളൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പുള്ള ജീവിതത്തിലെ ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. ഈ ഒരു ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ സബ്ബായിട്ട് വർക്ക് എടുത്ത് ചെയ്യിക്കുന്ന ജോലിയായിരുന്നു. അതായത് ഓരോ കമ്പനിയിൽ നിന്ന് ഇത്ര റേറ്റിന് വർക്ക് എടുത്തിട്ട് ജോലിക്കാരെ വെച്ച് നമ്മൾ ജോലി ചെയ്യിക്കുന്നു. ഇപ്പോൾ സിവിൽ സെക്ഷനാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങളുടെ പ്രോജക്റ്റ് ആലുവ ന്യൂ മാർക്കറ്റ് ബ്രിഡ്ജാണ്. പിന്നെ തിരുവനന്തപുരം 4-5 പ്ലാറ്റ്ഫോം റെയിൽവേയുടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ AC കൊച്ചി മെയിൻ്റെനൻസ് യാർഡ് ഇതെല്ലാം നമ്മൾ ചെയ്തേക്കുന്നത്. ഇതിനു മുമ്പ് അങ്ങനെയായിരുന്നു. ബാല്യകാലത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ ചെറുപ്പത്തിൽ എൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ തലം രൂപപ്പെടുന്ന ഒരവസരത്തിൽ കറക്റ്റ് 7 മണിക്ക് തന്നെ നമ്മുടെ വീട്ടിൽ പ്രാർത്ഥന ചൊല്ലുന്നൊരു നിർബന്ധമായിരുന്നു. അത് എൻ്റെ അച്ഛനും വല്യമ്മച്ചിയും ഒക്കെ ആയിട്ട് എല്ലാവരും തന്നെ, അച്ഛനിപ്പോൾ പുറത്ത് പോയാൽ തന്നെ കറക്റ്റ് 7 മണിക്ക് പ്രാർത്ഥന ചൊല്ലണം എന്നൊരു നിയമം ഉണ്ടായിരുന്നു. അത് പിള്ളേരായ ഞങ്ങളെല്ലാവരും പങ്കെടുത്തിരിക്കുകയും ചെയ്യണം. പിന്നെ അത് കറക്റ്റായിട്ടും ചെയ്യുന്നു. പിന്നെ വളർച്ചയുടെ തലത്തിൽ പിന്നെ എൻ്റെ ആദ്യ കുർബാന സ്വീകരണമാണ്. ആദ്യ കുർബാന സ്വീകരിക്കാനൊക്കെ ഞങ്ങൾ വേദപാഠം പഠിപ്പിക്കുന്ന സമയത്തൊക്കെ വളരെ തീഷ്ണതയോടുകൂടി തന്നെയാണ് ഈ ഈശോയെ സ്വീകരിക്കാനും അതിൻ്റെ ആ ഒരു തലം മനസ്സിൽ ഉൾക്കൊള്ളാനൊക്കെ ഉള്ളൊരു ക്രമീകരണം നടന്നത്. അപ്പം എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. ആദ്യം കുർബാന സ്വീകരിച്ച ശേഷം അങ്ങനെ ഏകദേശം 1 മാസത്തോളം ഞാൻ ഒരു ചീത്ത പോലും പറയാതെ എൻ്റെ ജീവിതത്തെ ഞാൻ ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതം. ആ ഒരു ക്രമീകരണം തുടരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. സഹോദരന്മാരൊക്കെ ഞങ്ങൾ 8 സഹോദരങ്ങളാണ്. 9 പേരുണ്ടായിരുന്നു, ഒരാൾ മരിച്ചുപോയി. ഞങ്ങൾ 8 പേരാണ്. ഇപ്പം ഞാൻ 7ാമത്തെ ആളാണ്. 7 പേര് കല്യാണം കഴിഞ്ഞ് ഞാൻ മാത്രമാണ്. എൻ്റെ കല്യാണത്തിൻ്റെ ഒരാലോചന നടക്കുമ്പോഴാണ് ഇങ്ങനെയൊരു ദൈവിക വിളിയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത്. അപ്പം ഇതങ്ങനെ വർക്ക് നിർത്തി ഇതിലേക്ക് വരാനായിട്ടുള്ള കാര്യം? വർക്ക് നമ്മൾ ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിക്കുകയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ദൈവം രൂപപ്പെടുത്തിയെന്ന് വേണം പറയാം. നമ്മളെ പിന്നെ ഒരു തകർച്ചയിൽ നിന്നോ മറ്റു കാര്യങ്ങളിൽ നിന്നോ ഒന്നുമല്ല ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വന്നത്. കാരണം തകർച്ചകളെല്ലാം, അതായത് എന്ത് ദുരിതം ഉണ്ടായാലും അതെല്ലാം ഒരു പോസിറ്റീവ് ലൈനിൽ കാണുന്ന ഒരു മൈൻഡ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വർക്ക് പെൻഡിങ് വരുമ്പോഴും മറ്റു കാര്യങ്ങളെല്ലാം എന്തുകൊണ്ട് എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുകയും അപ്പം കൂടുതൽ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് തന്നെ പോകാൻ തന്നെ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമാണ് നമ്മൾ ധ്യാനത്തിന് പോകാൻ തീരുമാനിക്കുന്നതൊക്കെ തന്നെ. ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു വർക്ക് സബ്ബായിട്ട് എടുത്ത് ചെയ്യുമ്പോൾ. ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു. എൻ്റെ കൂടെ ഹരി എന്നൊരു വ്യക്തിയുണ്ട്. ഹരി ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടതാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് ഈ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു തീരുമാനം ഉണ്ടാകുന്നു. ഇപ്പോൾ 7 വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തു.
ജീവിത വഴിത്താരകളിലൂടെ യാത്ര ചെയ്യുന്ന സജി തൻ്റെ ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള ശ്രമത്തിൽ കൺസ്ട്രക്ഷൻ വർക്കുകൾ സബായി എടുക്കുകയും അതിൻ്റെ ഡിസൈനും മറ്റും ചെയ്യുകയും ചെയ്യുന്നതുവഴി ജീവിതത്തിൽ മെച്ചപ്പെട്ട സ്ഥാനവും പണവും നേടാമെന്ന് വിചാരിച്ചെങ്കിലും ദൈവിക പദ്ധതി മറ്റൊന്നായിരുന്നു. ധ്യാനം കൂടിയിട്ട് നമുക്ക് ഇനിയും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു തീരുമാനം എൻ്റെ മനസ്സിലുണ്ടായി. അപ്പോൾ ഞാൻ ഹരി ഇപ്പോൾ ഇത്ര 7 വർഷം പരിചയമുള്ള കാരണമായിട്ടും ഹരിയോട് ഇങ്ങനെ ഷെയർ ചെയ്തപ്പോൾ ഹരിയും പറഞ്ഞു എന്നോട് എൻ്റെ കൂടെ ധ്യാനത്തിന് വരുന്നു. ഞാൻ നിർബന്ധിച്ചിട്ടൊന്നുമില്ല, ധ്യാനത്തിന് ഞാനും വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് ധ്യാനത്തിന് പോയി. അങ്ങനെ ധ്യാനം കൂടുന്ന വഴിയാണ് ഇങ്ങനെ ഉള്ളിൽ ചെറിയൊരു പ്രചോദനം ഉണ്ടായെങ്കിലും അത് നമ്മൾ സാധാരണ ഒരു ജോലി ചെയ്യാനുള്ള ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തു. അന്നൊരു ലോകം മുഴുവനും പോയി നിങ്ങൾ സുവിശേഷം പ്രഘോഷിക്കണമെന്നുള്ള ഒരു മെസ്സേജ് അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ ഒരു മെസ്സേജ് കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വലിയൊരു അഭിഷേകം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ നമ്മളിപ്പം സാധാരണ ജീവിതത്തിലേക്ക് അതിനെ നമുക്ക് തിരിച്ചെടുക്കാൻ വേർതിരിച്ചെടുക്കാനുള്ളൊരു കപ്പാസിറ്റി അന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കേട്ട് നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. പക്ഷേ പോയിട്ട് വന്നിട്ടാണെങ്കിലും നമ്മൾ പിന്നീടും നമ്മുടെ ജോലികളെല്ലാം പൂർണ്ണമായിട്ട് നിർത്തേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോൾ അതുകൊണ്ട് വിഷമമുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലെ ഒരു ദൈവാശ്രയ ബോധം, ദൈവത്തിലേക്ക് ദൈവം ധരിക്കുന്ന വിശ്വാസം, ദൈവത്തിൽ ആശ്രയിക്കാനുള്ള ഒരു കൃപ അന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നമുക്ക് നാട്ടിൽ ചെന്നിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം, എന്തെങ്കിലും ഒരു മാർഗം ദൈവം കാണിച്ചു തരാണ്ടിരിക്കില്ല. അങ്ങനെ ഞാൻ ഹരിയായിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഞങ്ങളുടെ സാധാരണ ഈ ധ്യാനം കൂടുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഹരിയൊക്കെ ആയിട്ട് തന്നെ ഞങ്ങളുടെ ചർച്ചാ വിഷയങ്ങളൊക്കെ ഈ ഡിവൈനിൽ ഞാൻ 92 ധ്യാനം കൂടാൻ പോയപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ മറ്റു കാര്യങ്ങൾ ഒക്കെ അവിടെ നടന്ന അത്ഭുതങ്ങളൊക്കെ നമ്മൾ പങ്കുവയ്ക്കുമായിരുന്നു. പിന്നെ ഞാൻ ഞായറാഴ്ചകളിൽ എനിക്ക് തോന്നുന്നില്ല എത്ര തിരക്കുണ്ടെങ്കിലും ഞായറാഴ്ച കുർബാന ഞാൻ മുടക്കിയിട്ടില്ല. വർഷ ആരംഭത്തിൽ ജനുവരി 1 ആ രാത്രിയിലൊക്കെ ആരാധനയൊക്കെ ഞാൻ കറക്റ്റായിട്ടും പോകുമായിരുന്നു. അപ്പം ഈ ഹരി ഇതിനൊക്കെ പങ്കെടുക്കാൻ താല്പര്യം അന്നും പ്രകടിപ്പിക്കുമായിരുന്നു. അപ്പം ഞാൻ നിർബന്ധിക്കത്തില്ല ഒരു കാര്യത്തിലും. ഹരി ഈ നമ്മുടെ ചർച്ചയിൽ വരാനും മറ്റു കാര്യങ്ങളും കുർബാനയിൽ കൂടാനുമൊക്കെ അന്നും താല്പര്യം പ്രകടിപ്പിക്കുമായിരുന്നു. എൻ്റെ പേര് ഹരി. ഞാൻ ഹൈന്ദവ വിശ്വാസത്തിലായിരുന്ന ഒരു വ്യക്തിയാണ്. പിതാവിൻ്റെ അനന്തമായ സ്നേഹത്താൽ ഈശോയെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുവാൻ എനിക്ക് കൃപ ലഭിച്ചു. ഇപ്പോൾ മാമോദിസ സ്വീകരിച്ച എൻ്റെ പേര് അംബ്രോസ്. ഞാനിപ്പോൾ അനാഥരായ മക്കൾക്ക് വേണ്ടി ഒരു ഭവനം ശുശ്രൂഷ ചെയ്യുന്നു. ഇവിടെ 30ഓളം ആരും ഇല്ലാത്ത മക്കളുണ്ട്. അവരെ ശുശ്രൂഷ ചെയ്യുന്നു. എൻ്റെ കൂടെ സജി എന്ന സഹോദരനുമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആദ്യ ധ്യാനത്തിൻ്റെ നിറവിൽ നിന്നും പരിശുദ്ധാത്മ അഭിഷേകം സ്വീകരിച്ച സജിയും ഹരിയും പാവപ്പെട്ടവരിലും മാനസിക വൈകല്യമുള്ളവരിലും ദൈവത്തെ കണ്ടെത്തി അവരെ ശുശ്രൂഷിക്കുവാൻ തയ്യാറായി. 30ഓളം മാനസിക രോഗികൾക്ക് താങ്ങായി തണലായി നിൽക്കുവാൻ ഈ യുവാക്കൾക്ക് കഴിയുന്നു. ജീവിതത്തിലെ സർവ്വ സൗഭാഗ്യങ്ങളും ഈ മക്കൾക്കു വേണ്ടി വേണ്ടെന്നുവെച്ച് അവിവാഹിതരായ ഈ യുവാക്കൾ ദൈവരാജ്യ വിസ്തൃതിക്കായി അധ്വാനിക്കുവാൻ പരിശ്രമിക്കുന്നു. എന്താണെങ്കിലും 1 മാസം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഉത്തരവുണ്ടായി. ഈ ജോലി വിടാൻ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനുള്ള ഒരു കൃപ. അപ്പോൾ കൺസ്ട്രക്ഷൻ ഫീൽഡ് കംപ്ലീറ്റും ഉപേക്ഷിക്കാനുള്ള ഒരു മേഖല, പിന്നെ ജോലി ഇല്ലാതെ ജീവിക്കാം എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ രൂപപ്പെടുത്തി, മനസ്സിനെ ഒന്ന് രൂപപ്പെടുത്തി. പിന്നെ ജോലി ഉപേക്ഷിച്ച് 2003 2002 ഒക്ടോബറിൽ ധ്യാനം കൂടുന്നു. 2003 മാർച്ച് 30 ജോലി ഉപേക്ഷിച്ചു. അപ്പം അങ്ങനെ ജോലി ഉപേക്ഷിച്ച് ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് പോയി. അവിടുന്ന് ഞങ്ങൾ മലയാറ്റൂർക്കൊരു ചെറിയ തീർത്ഥാടനമൊക്കെ നടത്തി തിരിച്ച് അപ്പം ഇങ്ങനൊരു സ്ഥാപനം ആരംഭിക്കണമെങ്കിലുള്ള പൈസ മറ്റു കാര്യങ്ങൾ വീണ്ടും ഞങ്ങൾക്കൊരു പ്രലോഭനം ഉണ്ടായത് നല്ലൊരു ജോബ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് കൊണ്ട് ഇവിടെ ഒരു കെട്ടിടം പണിതിട്ട് നമുക്ക് ആരംഭിച്ചാൽ എന്താണെന്നൊരു ചോദ്യം മനസ്സിലൊരാഗ്രഹമുണ്ടായി. അപ്പോൾ അതിൻ്റെ അകത്ത് പെട്ടെന്നിങ്ങനെ ആ ഒരു ആഗ്രഹം വെച്ച് 2-3 ദിവസം പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മനസ്സിലൊരു തോന്നൽ ഉദിക്കുകയാണ്,
അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റേത് എന്നുള്ളൊരു മനോഭാവം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു സ്വാർത്ഥത കടന്നു വരും. അപ്പോൾ അതുകൊണ്ട് എൻ്റേതെന്നുള്ളത് ഒന്നും വേണ്ട, ദൈവത്തിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും നമ്മൾ ദൈവത്തിന് വിധേയപ്പെടണം. എൻ്റേതല്ല, ഇതെല്ലാം ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവം രൂപപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് എന്താണെങ്കിലും രൂപപ്പെടുത്തിയിരിക്കും. അതിനുവേണ്ടി നമുക്ക് അതിനായിട്ട് നമ്മളെ വിട്ടുകൊടുക്കാനുള്ള ഒരു ബോധ്യത്തിന് വീണ്ടും ജോലിയിലേക്ക് അല്ലെങ്കിൽ വർക്ക് സപ്പോർട്ട് എടുക്കാനുള്ളൊരു തീരുമാനം വീണ്ടും വിട്ടു. ഇതിങ്ങനെ പോകുന്നു. ഒരു ദിവസം അച്ഛൻ കുറ്റിക്കലച്ഛനോട് തന്നെ നമുക്ക് ബന്ധപ്പെടാൻ നോക്കിയിട്ട് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അച്ഛൻ ഒത്തിരി തിരക്ക്, മറ്റു കാര്യങ്ങൾ. ഇങ്ങനെ ഒരു ദിവസം അച്ഛൻ്റെ ഒരു ബ്രദറിനെ വിളിച്ചപ്പോൾ അച്ഛൻ ആലുവയിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആലുവയിലൊരു വീട്ടിൽ കയറുന്നുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ അച്ഛനെ കാണാം. അതുപോലെ അച്ഛനായിട്ട് അവിടെ ചെന്ന് ഞങ്ങൾ അച്ഛനെ കണ്ടു. അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. അച്ഛൻ ഇങ്ങനെയാണ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ വീടുകൾ കയറി ഇറങ്ങണം. വീടുകൾ കയറി ഇറങ്ങിയിട്ട് ഒരിക്കലും പൈസ ചോദിക്കണ്ട. നിങ്ങളുടെ കാര്യം ഇതാണ്, ഞങ്ങൾക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അനാഥരായ സഹോദരങ്ങളെ സംരക്ഷിക്കണം. അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഒരു സഹോദരങ്ങളെന്ന് കണ്ട് തന്നെ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ജപമാല ചെല്ലുമ്പോഴും അതുപോലെ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും ഒക്കെ കുമ്പസാര നിങ്ങളുടെ വിശദീകരണം ഞങ്ങൾക്ക് വേണ്ടി കൂടെ കാഴ്ചവെച്ചുകൊണ്ട് ആ രീതിക്ക് നിങ്ങളൊരു പ്രയർ ഫണ്ട് ശേഖരിക്കാൻ പറഞ്ഞു. ആരോരും ആശ്രയമില്ലാതെ കഴിയുന്ന അനാഥ ജീവിതങ്ങൾക്ക് ആലംബമായി തീർന്ന സജിയും ഹരിയും ഈ ശുശ്രൂഷയുടെ വിജയത്തിനായി പ്രയർ ഫണ്ട് ശേഖരിക്കുകയാണിവിടെ. ഓരോരോ വീടുകളിൽ കയറിച്ചെന്ന് തങ്ങൾ അനുഭവിച്ച ദൈവസ്നേഹത്തെക്കുറിച്ചും മാനസിക വൈകല്യമുള്ളവരെ ശുശ്രൂഷിക്കുന്നതിനെക്കുറിച്ചും പറയുകയും ഈ പ്രവർത്തനങ്ങൾക്കാവശ്യമായ പ്രാർത്ഥന സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇവർ പണത്തിൻ്റെ റെസീറ്റിന് പകരം കുർബാനയുടെയും ജപമാലയുടെയും മറ്റ് പ്രാർത്ഥനകളുടെയും എണ്ണങ്ങൾ തിട്ടപ്പെടുത്തിയ പ്രാർത്ഥനാ റെസീറ്റ് കൊടുത്ത ശേഷം വീണ്ടും പ്രാർത്ഥനാ ഫണ്ടിനായി അടുത്ത വീടുകളിലേക്ക് ഈ പ്രാർത്ഥനാ പടയാളികൾ യാത്ര ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ തൊടുപുഴ ദിവ്യരക്ഷാലയത്തിൽ ഞങ്ങൾ വന്നു. ഞങ്ങളുടെ കാര്യം പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഇവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് തന്നെ കിട്ടുന്ന ഫ്രീ ടൈമുകളിൽ ഞങ്ങൾ വീടുകളിൽ കയറി ഇറങ്ങി ഇങ്ങനെ ഫണ്ട് ശേഖരിക്കാൻ പോകും. വിരോധമില്ലെങ്കിൽ ഞങ്ങൾ നിർത്തണം എന്നുള്ള രീതിയിൽ ഞങ്ങളവിടെ ചെന്ന് ടോമിയോടും ജോഷിയോടും കാര്യം പറഞ്ഞു. അപ്പോൾ അവർ സന്തോഷത്തോടെ സ്വീകരിച്ചു. അപ്പോൾ അവിടെ ഞങ്ങൾ 1.5 വർഷക്കാലം ശുശ്രൂഷ ചെയ്തുകൊണ്ട് തന്നെ ഈ പ്രയർ ഫണ്ട് ശേഖരണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഒരു പ്രചോദനം, ഉള്ളിൻ്റെ ഉള്ളിൽ പ്രചോദനമായിട്ട് വന്നിരിക്കുന്നത് അന്ന് മദർ തെരേസയുടെ ഒരു പുസ്തകം ഇറങ്ങിയായിരുന്നു. ഇത് ഞങ്ങൾ വായിക്കാനിടയായി. അപ്പോൾ ഇതൊരു ഞങ്ങൾക്ക് നല്ലൊരു പ്രേരക ഘടകമായിരുന്നു. ഒരു ശക്തി നമുക്കതിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഈ സ്ഥാപനം നമ്മൾ അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ട് നിൽക്കുന്ന അവസരത്തിൽ നമ്മൾ കിട്ടുന്ന, ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രാർത്ഥന മാത്രമല്ല, ഇഷ്ടമായിട്ട് ദാനമായിട്ട് തരുന്ന പൈസ കൊണ്ട് നമ്മൾ ഇവിടെ വന്ന് ഓരോ 4 മാസം 5 മാസം കൂടുമ്പോൾ ഇവിടെ നമ്മൾ വന്ന് എൻ്റെ വീട് പണിയുന്ന പോലെ നമ്മളിവിടെ ഒരു ചെറിയൊരു 7 പേർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു വീട് നമ്മളിവിടെ പണിതു. വീട് പണിതിന് ശേഷം നമ്മൾ ഇവിടുത്തെ അച്ഛനോട് സംസാരിച്ചു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നമുക്ക് ആലോചിക്കാം, മറ്റു കാര്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുക, എന്താണെങ്കിലും നമ്മൾ അവിടെ നിന്നുകൊണ്ട് തന്നെ ഇവിടെ ഇതിൻ്റെ പണികളെല്ലാം തീർത്ത് 7 പേർക്ക് താമസിക്കാനുള്ള വീടിൻ്റെ പണികളെല്ലാം തീർത്ത് 2004 ഓഗസ്റ്റിൽ ഇതിൻ്റെ ബ്ലെസ്സിങ് നടത്തി. അപ്പോൾ അന്ന് 7 പേരല്ലേ ഉള്ളൂ. വളരെ പരിമിതമായ സൗകര്യങ്ങൾ. വീണ്ടും നമുക്ക് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ കരിപ്പിടിപ്പിക്കുന്ന രീതിയിലായിരിക്കണമല്ലോ നമ്മുടെ എല്ലാ ശുശ്രൂഷ മേഖലകളും. അതിനിപ്പോൾ ഞങ്ങൾ ഒരു ചാപ്പൽ വേണം, ഇതൊക്കെ മനസ്സിൻ്റെ ആഗ്രഹമാണ്. അന്ന് തൊട്ട് തന്നെ സ്റ്റീഫൻ പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ച് പിതാവുമായിട്ട് സംസാരിക്കണം, നമുക്ക് വേണ്ട ഒരു സഹകരണം കിട്ടണം, സപ്പോർട്ട് തരണം എന്നുള്ള രീതിയിൽ. അതിന് അനുയോജ്യമായ രീതിയിൽ തന്നെ നമുക്ക് ഇത് തുടങ്ങുമ്പോഴുണ്ടായിരുന്ന ടൈറ്റസ് അച്ഛൻ മാറിയിട്ട് പുതിയ പോൾ ജെ അറക്കൽ അച്ഛൻ വന്നു. അച്ഛൻ്റെ ഇവിടെ സന്ദർശിച്ചു. അച്ഛൻ ഒത്തിരി സപ്പോർട്ട് ഞങ്ങൾക്ക് തന്നു. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും പിതാവിനോട് സംസാരിക്കുന്നതിനും പുതിയ ഈ എക്സ്റ്റൻഷൻ റൂമിൻ്റെ വർക്കിനും മറ്റു കാര്യങ്ങളെല്ലാ രീതിയിലും അച്ഛൻ്റെ ഒരു സപ്പോർട്ട് നമുക്കുണ്ടായി. ഈ ആലയം
2 യുവാക്കളുടെ ദൈവവിളിയുടെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ളതാണ്. ധ്യാന കേന്ദ്രത്തിലിരുന്ന് ദൈവവചനം ശ്രവിക്കവെയാണ് അഗതികളെ പരിചരിക്കണമെന്നുള്ള ഉൾവിളി ബഹുമാന്യരായ ബ്രദേഴ്സ് സജിക്കും ഹരിക്കും ലഭിക്കുന്നത്. ഇവർ ഈ ആഗ്രഹം ദേവാലയത്തിൽ വന്ന് പറയുകയും അവരുടെ ആഗ്രഹത്തെ ആലപ്പുഴ രൂപതയുടെ ഇടയനായ അഭിവന്യ സ്റ്റീഫൻ അത്തിപ്പുഴയിൽ പിതാവിൻ്റെ സമക്ഷം സമർപ്പിക്കുകയും ഏറെ വാത്സല്യത്തോടും സ്നേഹത്തോടും കൂടെ അഭിവന്യ പിതാവ് ഇടവകയോട് അവരെ ചേർക്കുകയും രൂപതയിൽ അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും പ്രോത്സാഹനങ്ങളും ആശീർവാദങ്ങളും നൽകുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് ഇന്ന് അഗതികളായിട്ടുള്ള ധാരാളം ആളുകൾക്ക് അഭയം കൊടുക്കുവാൻ ഈ ഭവനത്തിന് സാധിക്കുന്നുണ്ട്. സഭയുടെ ഏറ്റവും വലിയ ഒരു ഉദ്യമവും അഗതികളുടെ പരിചരണമാണ്. നമ്മൾ കൽപ്പനയുടെ സാരാംശമായിട്ട് ശ്രവിക്കുന്നത് എല്ലാറ്റിനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ ഒരു മനുഷ്യ ദർശനം ഉൾക്കൊണ്ട് യുവാക്കൾ ആയ 2 പേര് ധീരതയോടുകൂടെ എടുത്തൊരു നിലപാടാണ് ഈ പ്രകാരം അഗതികൾക്ക് അഭയം നൽകുവാനുള്ളൊരു മന്ദിരത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയും ഒരുപാട് സുമനസ്സുകളുടെ അകമഴിഞ്ഞ സഹായത്തോടും കൂടെ ഈ ഭവനം ഇന്ന് സ്നേഹത്തിൻ്റെ നിറവോടുകൂടെ വളർന്നു വരികയാണ്. നമ്മളാൽ കഴിയാവുന്ന രീതിയിൽ ഈ ഭവനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥന കൊണ്ടും സഹകരണം കൊണ്ടും പ്രോത്സാഹനം കൊണ്ടും അതിൻ്റെ വിജയത്തിന് വേണ്ടി അവരോട് നമുക്ക് കൈകോർക്കാം. ആലപ്പുഴ രൂപതയിലെ വനസ്വർഗം ഇടവകയിലെ ഈ ഭവനം ഇന്ന് സ്നേഹത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ടു പോവുകയാണ്. മാനസിക വൈകല്യമുള്ളവരെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ സഹായിക്കുന്നതിനായി പ്രകൃതിയോട് ചേർന്ന് പൂന്തോട്ട നിർമ്മാണവും പരിപാലനവും നടത്തുകയാണിവിടെ. വിശുദ്ധ കുർബാന നമുക്ക് ചാപ്പലിൽ വയ്ക്കാനുള്ള പിതാവ് ഒരു അനുമതി നമുക്ക് തന്നു. പിതാവിനോട് ഞങ്ങൾ ഈ കാര്യം ഷെയർ ചെയ്തപ്പോൾ തന്നെ പിതാവ് പറഞ്ഞു, നിങ്ങൾക്ക് ഒത്തിരി ഞെരുക്കങ്ങളും പ്രലോഭനങ്ങളും ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഈശോയുടെ സന്നിധിയിലിരിക്കണം, അതുകൊണ്ട് നിങ്ങൾക്ക് കുർബാന ഞാൻ തരാം. അപ്പം പിതാവ് ഇങ്ങനെയുള്ള ശുശ്രൂഷയോട് കാണിക്കുന്ന ആ ഒരു ബഹുമാനവും ആദരവും, ഇങ്ങനെയുള്ള മക്കളോട് കാണിക്കുന്ന സ്നേഹം പിതാവ് ഇപ്പോൾ ഇവിടെ ഇടയ സന്ദർശനം വരുമ്പോഴാണെങ്കിലും ഇവിടെ വരാതെ പോയിട്ടില്ല. അപ്പോൾ ഇവരോടൊത്ത് ഭക്ഷണം കഴിക്കാനും കാപ്പി കുടിക്കാനൊക്കെ പിതാവ് കാണിക്കുന്ന ആ മനസ്സ് നമുക്ക് ഏറ്റവും എത്ര ബഹുമാനിച്ചാലും മതി വരത്തില്ലതാണ്. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അത് വളരെയധികം പ്രചോദനമായിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും അതിപ്പോഴും ഉണ്ട്. പിതാവ് ഞങ്ങൾക്കൊരു വലിയ അനുഗ്രഹമായിട്ട് തന്നെയാണ് നോക്കുന്നത് ഈ മുന്നോട്ടുള്ള നടത്തിപ്പിനെല്ലാം തന്നെ. സമൂഹം പുറന്തള്ളിയ മനുഷ്യമക്കൾക്ക് തങ്ങളുടെ ജീവിതം ബലിയായി നൽകാനുള്ള തീരുമാനത്തെ ശക്തിപ്പെടുത്തുന്നതിനായി ഇവർ എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ചാപ്പലിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതുവഴി എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം പ്രാർത്ഥനയും കുർബാനയുമാണെന്ന് ഈ മക്കൾക്ക് ഇവർ പറഞ്ഞുകൊടുക്കുന്നു. ജീവിതത്തിലെ ഏകാന്തതകളിൽ അടിപതറുമ്പോൾ ദൈവം തുണയാകുന്നു എന്ന ബോധ്യം ഇവർക്ക് കരുത്താവുകയാണ്. ഇവിടെ ഏകദേശം 30ഓളം പേരുണ്ടല്ലോ. ഇവരുടെ ദൈനംദിന ആവശ്യങ്ങളൊക്കെ എങ്ങനെ നിറവേറുന്നു? ഇവിടെ നമ്മൾ ഞങ്ങൾ ചെയ്യുന്നത് മാർക്കറ്റിൽ പോയി പച്ചക്കറി, പച്ചക്കറി നമ്മൾ ഇവിടെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. പലചരക്ക് സാധനം നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണല്ലോ. ആദ്യം തന്നെ ഞങ്ങൾ മാർക്കറ്റിൽ പോയി ഞങ്ങളിങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഇഷ്ടമുള്ളവർക്ക് നിങ്ങളുടെ കടയിലുള്ള സാധനത്തിൽ എന്തെങ്കിലും ഒരു അംശം ഞങ്ങൾക്ക് തരിക ഇവർക്ക് വേണ്ടി. അപ്പോൾ ആദ്യം എല്ലാ കടകളിലും കയറി പറഞ്ഞു, പിന്നീട് നമ്മളെ സ്വീകരിക്കുന്ന കടകളിൽ നിന്ന് അന്ന് തൊട്ട് ഇന്ന് വരെ അവരിത് തന്നുകൊണ്ടായിരിക്കുന്നു. പലചരക്കും അതുതന്നെ പച്ചക്കറിയെല്ലാം തന്നെ. ബാക്കി വരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അത്യാവശ്യം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ സാമ്പത്തികത്തിൻ്റെ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇവിടെ എന്താ ആവശ്യം വരുന്നതനുസരിച്ച് ഇത് ആരിലൂടെയെങ്കിലുമൊക്കെ ഇവിടെ എത്തുന്നുണ്ട്. ഒന്നിനും ഒരു കുറവും ഇതുവരെ വന്നിട്ടില്ല. ചിലപ്പോൾ ഇപ്പം നമുക്ക് എറണാകുളത്ത് എടയന്തരത്ത് പിതാവിൻ്റെ നേതൃത്വത്തിലൊരു കനിവ് എന്നുള്ള ചാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്. അവർ നമുക്ക് മാസത്തിൽ കുറച്ച് മരുന്ന് മേടിച്ച് തരാറുണ്ട്. ഓരോ വ്യക്തികൾ ഇപ്പോൾ മരുന്ന് മേടിച്ച് തരുന്നവർക്ക് മരുന്ന് മേടിച്ച് തരാം. പിന്നെ വിവാഹം, മാമോദിസ, ബർത്ത്ഡേ. ഇപ്പോൾ ഇവിടെയുള്ള ഹൈന്ദവരായിട്ടുള്ള സഹോദരങ്ങളാണെങ്കിലും ഇവിടുത്തെ ഈ മക്കളോടൊത്ത് ഇവിടെ വന്ന് ഓണം ആഘോഷിച്ച് ഇവരോടൊത്ത് ഓണം ആഘോഷിച്ച് പോയവരുണ്ട്. വിഷു ആണെങ്കിലും എല്ലാവരും ഇവിടെ അവർ ഭക്ഷണം ഉണ്ടാക്കി വണ്ടിയെ കൊണ്ടുവന്നിട്ട് ഇവിടെ അവർ വിളമ്പി അവർ ഞങ്ങൾക്കും വിളമ്പി തന്ന് ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് പോകുന്നു. അത്രയൊരു സപ്പോർട്ടും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല. എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു എന്ന വചനം ഹൃദയത്തിലേറ്റി ഒന്നുമില്ലായ്മയുടെ നടുവിലും ദൈവത്തെ മാത്രം മുറുകെ പിടിച്ച് ഈ മക്കൾ യാത്ര ചെയ്യുമ്പോൾ ഒത്തിരി കരുണയുടെ കരങ്ങൾ ഇവരെ താങ്ങി നിർത്തുന്നു. മാർക്കറ്റുകളിലും മറ്റും കടന്നു ചെല്ലുമ്പോൾ ഈ മക്കൾക്കു വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ നൽകി ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഇവരും പങ്കുകാരാകുന്നു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാനസിക വൈകല്യമുള്ളവരെ കൃഷിരീതികൾ പഠിപ്പിക്കുകയും പച്ചക്കറി കൃഷിയിലൂടെ ഇവർക്കാവശ്യമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുകയും അതുവഴിയായി സാധാരണ ജീവിതത്തിലേക്ക് ഈ പ്രിയപ്പെട്ടവരെ നയിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളും ഇവരുടെ പ്രവർത്തനങ്ങൾ വഴിയായി സാക്ഷാത്കരിക്കപ്പെടുന്നു. ഇപ്പോൾ സജി ഈ 10-30 ആൾക്കാരെയൊക്കെ നോക്കാനായിട്ട് ഇവിടെ വോളണ്ടിയേഴ്സായിട്ട് വല്ലവരുണ്ടാകും? ഇല്ല, നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞല്ലോ, നമ്മൾ ഇപ്പോൾ ഹരിക്കാണല്ലോ ഇങ്ങനെയുള്ള ശുശ്രൂഷയെക്കുറിച്ചുള്ള ഒരു പ്രചോദനം മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടായത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നെക്കാളും ഉപരിയായിട്ട് ഈ സ്ഥാപനത്തിൻ്റെ ഒരു മേഖല ഇവരെ ശുശ്രൂഷിക്കാനും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഹരിക്കാണ് ഒരു കൃപയുള്ളത്. കാരണം ഞാൻ പല കാര്യങ്ങളും മറ്റു കാര്യങ്ങൾക്കൊക്കെ പുറത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഈ സ്ഥാപനത്തിൻ്റെ ആവശ്യങ്ങൾ പുറത്ത് സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഹരിയാണ് ഇവരെ ഈ സഹോദരങ്ങളെ ഇത്ര വൃത്തിയായിട്ട് ഇരുത്താനും മറ്റു കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നത്. ഇവരെ കൊണ്ട് ഓരോരോ ജോലികൾ ചെയ്യിച്ച് ഒരു സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ ഹരിയാണ്. എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചുപോയാണ്. ഞാൻ കോതമംഗലത്തായിരുന്ന ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചു പോയിട്ട് 6 വർഷമായി. ചേച്ചി വീട്ടിലേക്ക് വന്നപ്പം ചേച്ചിക്ക് തന്നെ ഈ ഒരു ശുശ്രൂഷയുടെ താല്പര്യമുണ്ടായിരുന്നു. ചേച്ചി ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങളുടെ കൂടെയുണ്ട്. എൻ്റെ പേര് സെലിൻ. ഞങ്ങൾ 8 സഹോദരങ്ങളാണ്. എൻ്റെ 7ാമത്തെ സഹോദരനാണ് സജി. ഞങ്ങൾ ഒന്നിച്ച് ശുശ്രൂഷ ചെയ്യുന്നതായിട്ട് 7 വർഷം പൂർത്തിയായി. എനിക്ക് ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് തോന്നിയ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ കോതമംഗലത്ത് താമസിക്കുമ്പോൾ അവിടെ ആശ്രമത്തിൽ പോകാമെന്നും പറഞ്ഞ് അവിടെ ചേച്ചി എല്ലാവരും എന്നോട് കൂടെ. അപ്പം ഞാൻ ഓർത്തു ഈ കാവ്യവസ്ത്രമൊക്കെ കൊടുത്ത് എല്ലാവരും പോകുന്ന ഒരവസ്ഥ, ജീവിക്കുന്ന ഒരവസ്ഥയാണ് എൻ്റെ മുന്നിൽ മനസ്സിലുണ്ടായിരുന്ന ഒരവസ്ഥ. പക്ഷെ അവിടെ ചെന്നപ്പോൾ വചനം ജീവിക്കുന്നത് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു. വചനം ജീവിക്കുന്നത്, വചനം പ്രസംഗിക്കുന്നത് മാത്രമേ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു 60 മാനസിക രോഗികൾ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇനി കിട്ടുന്ന സമയങ്ങളിലെല്ലാം അവരോടൊപ്പം ശുശ്രൂഷ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. അപ്പം അങ്ങനെ കിട്ടുന്ന സമയങ്ങളെല്ലാം ശുശ്രൂഷ ചെയ്യാനും പ്രാർത്ഥിക്കുവാനുമായിട്ടൊക്കെ ഞാൻ അവരോട് കൂടെ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ, എനിക്ക് വിവാഹം കഴിക്കാത്ത 2 സഹോദരങ്ങളുണ്ട്, അതിലാരെങ്കിലും നീ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിക്കണമെന്ന് പ്രാർത്ഥിച്ചു.
അത് കഴിഞ്ഞ് ഒരു 2 മാസക്കാലം കഴിഞ്ഞപ്പോൾ ആണ് ഇവർ ഈ ഒരു പ്രചോദനമായിട്ട് എൻ്റെ ഭവനത്ത് കടന്നു വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചെന്ന് പ്രാർത്ഥിക്കുകയും 1.5 വർഷക്കാലത്തോളം ഞങ്ങൾ ഈ ഇതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും നിരന്തരമായിട്ടുള്ള ത്യാഗങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളൊരു അച്ഛൻ്റെ കൂടെ പോവുകയും അച്ഛനത് ദൈവപ്രചോദനമാണെന്നുള്ളത് തെളിയിക്കുകയും ഞങ്ങൾക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ടുള്ള മുന്നോട്ടുള്ള ഒത്തിരിയേറെ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ഒന്നിച്ച് നീങ്ങി. ഏറ്റവും മെയിനായിട്ടൊന്ന് പ്രാർത്ഥന മാത്രമായിരുന്നു. ആയിരിക്കലും എനിക്ക് അന്ന് എൻ്റെ ജീവിത പങ്കാളി എന്നോട് കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിത പങ്കാളിക്ക് ക്യാൻസർ എന്ന രോഗം പിടിപെട്ട് മരിച്ചുപോയി. 8 വർഷക്കാലമായി മരിച്ചിട്ട്. എനിക്ക് 2 കുട്ടികളുണ്ട്. മോള് +1 പഠിക്കുന്നു, മോൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ അടുക്കളയെല്ലാം ഭക്ഷണം പാകം ചെയ്തതിനും മറ്റു കാര്യങ്ങളെല്ലാം ചേച്ചിയുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം ഇവരും മറ്റു കാര്യങ്ങൾക്കെല്ലാം തന്നെ ഇവർ രണ്ടുപേരും എന്നെക്കാളിലും ഉപരിയായിട്ട് തന്നെ ഞാൻ പറയാം. ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ പറ്റത്തില്ല. ഭക്ഷണം പാകം ചെയ്യുന്നതിനും അടുക്കളയിൽ സഹായിക്കുന്നതിനും ഈ മക്കൾ സജിക്കും ഹരിക്കുമൊപ്പം എന്നും കൂടെയുണ്ട്. ആഴ്ചയിലൊരിക്കൽ ഡോക്ടർ വരികയും ഈ മക്കളെ പരിശോധിക്കുകയും ചെയ്യുന്നു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾ മുടക്കം വരാതെ ഇവർക്ക് നൽകുന്നു. മാനസികാരോഗ്യത്തിന് ഉതകുന്ന TV പ്രോഗ്രാം കാണുന്നതിനും ഇവർക്ക് ഇവിടെ സൗകര്യമൊരുക്കി കൊടുക്കുന്നു. അതുവഴി മനസ്സിന്റെ പിരിമുറുക്കങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് അനുഭവത്തിലൂടെ ഇവർ മനസ്സിലാക്കുന്നു. ഇവരെ സ്വന്തം സഹോദരങ്ങളെപ്പോലെ കരുതി രാത്രിയിൽ ഇവർക്ക് കാവലാളായിത്തീരുന്നു ഈ ജീവിതങ്ങൾ. ഇവരോടൊപ്പം കിടന്നുറങ്ങുന്നതുവഴി സജിയും ഹരിയും ഇവർക്ക് പ്രിയങ്കരരാവുന്നു. ഇവരും എൻ്റെ ആരൊക്കെയോ ആണ്. ഇവരെ കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്കാകുമോ? ജീവിതത്തിലെ സുഖങ്ങൾക്കിടയിൽ നാം സഞ്ചരിക്കുമ്പോൾ നമുക്കൊന്നു തിരിഞ്ഞു നോക്കാം. നമ്മുടെ കരുണയ്ക്കായി കാത്തിരിക്കുന്ന ജീവിതങ്ങൾ ഏറെയുണ്ട്. അത് നമുക്ക് മറക്കാതിരിക്കാം. സജിയുടെയും ഹരിയുടെയും ഒപ്പം നമുക്കും കൈകോർക്കാം. ആരും ആശ്രയമില്ലാത്തവർക്ക് അത്താണിയാകാം. സജിയുടെയും അംബ്രോസിൻ്റെയും ജീവിതത്തിലൂടെ നമ്മൾ കണ്ടത് എപ്രകാരമാണ് ദൈവപരിപാലനയിൽ ഒരാൾ ആശ്രയിക്കേണ്ടത്. ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്നവർക്ക് എപ്രകാരമാണ് ഓരോന്നും ലഭിക്കുന്നത് നാം കാണുന്നു. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല. എങ്കിലും അവയെ എത്ര മനോഹരമായി നമ്മുടെ പിതാവ് തീറ്റിപ്പോറ്റുന്നു എന്നതിനൊരു ഉദാഹരണമാണ് ഇവർ. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും എത്രയെത്ര ഇല്ലായ്മകളാണ് നമ്മളെ ഭരിക്കുന്നത്. സമ്പന്നതയുടെ നടുവിൽ ജോലിയില്ലായ്മയുടെ വിഷമം, വിവാഹം നടക്കാത്തതിൻ്റെ വിഷമം. എന്നാൽ ഇതാ ദൈവത്തെ കണ്ടുമുട്ടി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് 30ഓളം പേർക്ക് ജീവിതം കൊടുത്ത അവരുടെ ജീവിതം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന ഒരു ചോദ്യചിഹ്നമുണ്ട്. എന്തുകൊണ്ട് നമ്മൾ അസ്വസ്ഥരാകുന്നു? എന്തുകൊണ്ട് നമ്മൾ ആകുലരാകുന്നു? ദൈവത്തിൻ്റെ ഭരണം നമ്മളിൽ വരാത്തത് കൊണ്ട് തന്നെ. ദൈവഭരണം നമ്മളിൽ വരുമ്പോൾ ഇവരെ പോലെ അവരവരുടെ കാര്യത്തിലും മറ്റുള്ളവരുടെ കാര്യത്തിലും ശ്രദ്ധിക്കുന്നവരായി നാം മാറാൻ ഇടയാക്കട്ടെ. മറ്റൊരു സന്ദേശവുമായി അടുത്ത ആഴ്ചയിൽ നിത്യജീവൻ്റെ പാതയിൽ കണ്ടുമുട്ടാം. നവീകരണത്തിൻ്റെ ജീവിതാനുഭവങ്ങളും ഈ പ്രോഗ്രാമിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും ഞങ്ങളുമായി പങ്കുവയ്ക്കാം. ഞങ്ങളുടെ വിലാസം: പ്രൊഡ്യൂസർ, നിത്യജീവൻ്റെ പാത, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673528. ഫോൺ 0496 266
4688. ഇമെയിൽ info@shalomonline.net.